ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്റ്റഡി ട്രാക്കർ എന്ന് പറഞ്ഞൊരു സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എഫക്റ്റീവായി പഠിക്കാൻ പറ്റും. അതായത് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രൊഫൈൽ ആക്റ്റീവ് ആണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി. പിന്നെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, നമുക്ക് ഈ എക്സാം എപ്പോൾ വരും, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 3 ഇനി അധികം ദിവസമില്ല. ലാസ്റ്റ് ടൈം റഷ് ഒഴിവാക്കാനായി ഇപ്പം തന്നെ പ്രൊഫൈലിലൂടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ തുളസി പ്രൊഫൈൽ ത്രൂ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് PWD അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റ് 100-ൽ താഴെ അല്ലേ 73 പേര് മാത്രമുള്ള ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ നമുക്ക് ഇനി വരുന്ന റിട്ടയർമെന്റ് വേക്കൻസീസ് ഫില്ലാവുകയും നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റ് എടുത്താൽ പോലും അതിലധികം റിട്ടയർമെന്റ് വേക്കൻസീസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് വലിയൊരു അവസരമാണ്. കാര്യം നമുക്ക് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ. അപ്പോൾ ഈ ഒരു അവസരം മനസ്സിലാക്കി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറിന് എക്സാമിന് നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങണം. ആൻഡ് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാനും മറക്കരുത്. സെപ്റ്റംബർ 3 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം ഒക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി പ്ലാൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തതാണ്. എന്നിരുന്നാൽ കൂടി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ഉടനെ തന്നെ കാണുമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ എല്ലാ ഉള്ളിൽ ഉണ്ടായിരിക്കും. കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇതുപോലെ അടുത്ത വർഷം എക്സാം കാണത്തുള്ളൂ, അല്ലെങ്കിൽ ടുവേർഡ്സ് എൻഡ് മാത്രമേ എക്സാം കാണത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നവർക്ക് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ഇത് നമുക്കും കൂടി ഉള്ളൊരു ഇൻഡിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ വന്ന് അധിക സമയമാവാതെ തന്നെ PSC എക്സാംസ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ടെക്നിക്കൽ എക്സാംസിനും നമ്മൾ പാലിച്ചു വരേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ PWD എക്സാം ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമ്മുടെ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കോമ്പിനേഷൻ സബ്ജക്ട്സ് ആയിട്ടാണ് സിലബസ് തന്നിരിക്കുന്നത്. 2020 ശേഷം സിലബസിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ആൻഡ് എക്സാംസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അതേ സിലബസിൽ തന്നെ പഠിച്ചാൽ മതിയാകും എന്നൊരു അഡ്വാൻറ്റേജും കൂടി നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും സ്ട്രക്ചറൽ അനാലിസിസുമാണ് ആദ്യം വരുന്നത് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആയിട്ട്. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹൈഡ്രോളിക്സ് ആൻഡ് ഹൈഡ്രോളജി ആൻഡ് ഇറിഗേഷൻ ചേർത്ത് വീണ്ടും 10 മാർക്കാണ്. 5-5 അല്ലെ 6-4 വേരിയേഷനിലാണ് ഇത് ചോദിക്കാറുള്ളത്. ദെൻ സർവേയിങ് ആൻഡ് ലെവലിംഗ് ഉണ്ട്, എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ വീണ്ടും 10 മാർക്ക്, 2 സബ്ജക്ട്സിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ്. ദെൻ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് RCCയും സ്റ്റീലും കൂടെ ചേർന്നിട്ട് നമുക്ക് 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കാണ് നമുക്ക് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിന് വരിക. അതായത് അതിനകത്ത് നമുക്ക് 17 ക്വസ്റ്റ്യൻസോളം RCCയിൽ നിന്നും ബാക്കി 2-3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് സ്റ്റീലിൽ നിന്നും വരാറുള്ളത്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എഗെയിൻ 10 മാർക്കാണ്. പിന്നെ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ചേർത്തിട്ട് 20 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് ഉള്ളത്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വീണ്ടും 10 മാർക്കാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് 10 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD അല്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ എക്സാം ആയിട്ട് ഇനി വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു സെറ്റ് ഓഫ് എക്സാംസ് നമ്മുടെ ഫ്രണ്ടിലുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പം അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുള്ള എക്സാംസ് തുടങ്ങി അതിനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അതായത് ഓവർസിയർ എക്സാംസ് തുടങ്ങി PWD ആണെങ്കിലും നമുക്ക് എക്സാം വരുന്നുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബാക്ക് ടു ബാക്ക് വരാൻ സാധ്യതയുള്ള 2 നോട്ടിഫിക്കേഷൻസ് കൂടി പറയാം. അതിലൊരെണ്ണമാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സാധാരണ എല്ലായ്പ്പോഴും PSC ഇറിഗേഷനും PWDയും ഒരുമിച്ചാണ് വിളിക്കാറ്, ഒരുമിച്ചാണ് പരീക്ഷ നടത്താറുള്ളത്. അതിനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50-50 ചാൻസസ് ആണ് ഉള്ളത്. ഇറിഗേഷനിൽ ഈ പറയത്തക്ക PWDനെ പോലെ വേക്കൻസീസ് ഇല്ല. അത് മാത്രമല്ല ലിസ്റ്റ് അങ്ങനെ എക്സ്പയർ ആയി പോയി നമുക്ക് എക്സോസ്റ്റ് ആയി പോകാനുള്ള ചാൻസസും ഇല്ല. അതുകൊണ്ട് വിളിക്കുമോ അതുവരെ PWD എക്സാം ഡിലേ ആയി പോകുമോ എന്നുള്ള ചോദ്യത്തിന് നോ എന്നുള്ള ആൻസർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം PWD അത്രയും അത്യാവശ്യമായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നിരുന്നാൽ കൂടി PWD എക്സാം കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോബാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മുടെ പവർ പ്ലാന്റും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നൊരു ജോലിയാണ്. അത് നമുക്ക് ഉടൻ തന്നെ വിളിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഈ 2 പരീക്ഷകളും ഒരുമിച്ച് നടത്തിയാലുള്ള ഗുണം 2 പരീക്ഷയിലും കോമൺ ആൾക്കാരായിരിക്കും. PWDയിൽ അത്യാവശ്യം ആൾക്കാർ കയറി പോകുന്നത് കൊണ്ട് തന്നെ ഇറിഗേഷനിലും ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ കൂടി ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ, അതായത് നമ്മൾ ഈ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുവിധം കോമൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത ഈ 2 പരീക്ഷകളും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വേറൊരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിയാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ.
ഇത് സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ എപ്പോഴും PSC എക്സാംസിന് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയതുകൊണ്ടും നിങ്ങൾക്കൊരു വെയിറ്റേജ് സ്വാഭാവികമായി ഈ പരീക്ഷയ്ക്കും കൂടുതലുണ്ട് എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് ടു ബാക്ക് 3 AE എക്സാംസിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കാം. മാത്രമല്ല ഒരുപാട് ഓവർസിയർ എക്സാംസ് ആണെങ്കിലോ ട്രേഡ്സ്മാൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസും നമുക്കിനി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമുക്ക് വലിയ മാസ് വേക്കൻസീസ് ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ റിക്രൂട്ട്മെൻറ്റ്സ് ഇനിയും PSC സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് നടത്താൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു മുൻ അവസരം അല്ലെ ഒരു കുറേ അവസരങ്ങൾ മുൻവിധിയായി നമ്മൾ കണ്ട് ചെയ്യേണ്ട എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നോക്കുവാണെങ്കിൽ SSCGയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സിവിൽ ബ്രാഞ്ചുകാർക്കാണ്. RRB JE ഇനി നമുക്ക് ഉടൻ തന്നെ വിളിക്കും. അപ്പം ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളാണ്. ഇതിനെല്ലാം ഒരുമിച്ച്, അതായത് ഇപ്പോൾ നമ്മൾ AEക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓവർസിയർ എക്സാം വന്നു, PWD AE അപ്ലൈ ചെയ്ത് അത് പഠിച്ച് തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3യുടെ എക്സാം ഡേറ്റ് വന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ആവും, AE അവിടെ നിർത്തി വെക്കും. പിന്നെ നമ്മൾ ഓവർസിയർ എക്സാം ഒന്ന് പഠിച്ച് കഴിയുമ്പോൾ AEയുടെ ഡേറ്റ് ചിലപ്പോൾ വരും. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നത് കൊണ്ട് തന്നെ പലർക്കും ഒന്നിലും ഫോക്കസ് ചെയ്ത് നമ്മുടെ ടാർഗറ്റിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ എക്സാംസിനും സ്വിച്ച് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺസ് മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. സോ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ ബാച്ച് എൻട്രിയിലുണ്ട്. അതായത് ഫൗണ്ടേഷൻ, വി ആർ ഗിവിംഗ് യു ദ ഫൗണ്ടേഷൻ ഫോർ ക്രാക്കിംഗ് എനി ടൈപ്പ് ഓഫ് എക്സാം. അത് ഓവർസിയർ ലെവൽ എക്സാം ആവട്ടെ, AE ലെവൽ എക്സാം ആവട്ടെ, സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാം ആവട്ടെ, ഏത് തരത്തിലെ എക്സാം ക്രാക്ക് ചെയ്യാനും നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ തരിക എന്നുള്ളതാണ് നമ്മൾ സിവിൽ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. സോ നമുക്ക് ഈ വരുന്ന എക്സാംസിന് എത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതിൽ AE PWD ആൻഡ് AE ഇറിഗേഷൻ്റെ സിലബസ് സെയിം ആണ്, ബട്ട് AE വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ഡിഫറെൻറ്റ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന AE വാട്ടർ അതോറിറ്റി സിലബസ് എന്ന് പറയുന്നത് PWD അതുപോലെ തന്നെ ഇറിഗേഷൻ സിലബസുമായി കുറേയധികം സാമ്യമുള്ള സിലബസ് തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്റ്റഡി ട്രാക്കർ എന്ന് പറഞ്ഞൊരു സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എഫക്റ്റീവായി പഠിക്കാൻ പറ്റും. അതായത് സബ്ജക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സബ്ജക്റ്റിൽ മോസിൽ SFD BMD ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ക്ലാസ് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ടിക്ക് കൊടുക്കാം. ഓക്കെ, ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതിയെടുത്ത ആൾക്കാരാണ്. അത് ഒരു തവണ റിവിഷൻ ചെയ്തെങ്കിൽ ഒരു ഒറ്റ വരെ ഇടുക, 2 തവണ കഴിഞ്ഞെങ്കിൽ 2 വരെ ഇടാം. റിവിഷൻ ചെയ്യുന്ന സമയത്ത് റിവിഷൻ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ടിക്കിടാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ടിക്കിടാം. ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്കിടാം. ഇതുപോലെ എക്സൽ ഷീറ്റ് ഒരെണ്ണം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പ്രിൻ്റ് എടുത്ത് മൾട്ടിപ്പിൾ കോപ്പീസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സിലബസ് എത്രത്തോളം കവേർഡായി, ഇനി എത്രത്തോളം കവർ ചെയ്യാനുണ്ട് എന്നുള്ളൊരു അറിവ് കിട്ടും. സോ ദിസ് ഇസ് എ ഗുഡ് ടൂൾ. സ്റ്റഡി ട്രാക്കർ എന്ന് പറയുന്ന നല്ലൊരു ടൂളാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റഡീസ് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഓഫ് കോഴ്സ് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം AE LSTD പരീക്ഷ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും പോൾ ഇടുമ്പോൾ അത്യാവശ്യം മാർക്ക് എല്ലാവർക്കും കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് എവറിബഡി ഈസ് സ്റ്റഡിങ്, എല്ലാവരും പഠിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും എത്ര പേര് അപ്ലൈ ചെയ്തു, ഈ അപ്ലൈ ചെയ്തവർ എത്ര പേര് പഠിക്കുന്നു. അതായത് അപ്ലൈ ചെയ്തതിൽ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാകുന്ന ഒരു സീസൺ ഇപ്പോൾ കഴിഞ്ഞു. എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അവിടെ നമ്മൾ എങ്ങനെ വേറിട്ട് നിൽക്കാൻ പറ്റും, ആ വേറിട്ട നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ എത്തിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. പണ്ട് കാക്ക കല്ലിട്ട് വെള്ളം പൊന്തിച്ച് വെള്ളം കുടിച്ചെങ്കിൽ ഇപ്പോൾ സ്ട്രോ ഇട്ട് കുടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് നമ്മൾ സ്മാർട്ട് വർക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സക്സീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈ ലെങ്തി തിങ്സ് കാണാതെ പഠിക്കുന്നതിന് പകരം അതൊരു ഷോർട്ട് ടിപ്പ് അല്ലെങ്കിൽ ട്രിക്ക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും. സോ ഈ ഒരു ടെക്നിക്സ്, അതിനുവേണ്ടി ഫ്ലാഷ് കാർഡ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, മെനോമോണിക്സ് ഉപയോഗിക്കാം, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. എന്താണ് ഫ്ലാഷ് കാർഡ്സ്, എങ്ങനെ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കണം, എങ്ങനെ മെനോമോണിക്സ് ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഉടൻ തന്നെ അതിന് ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം സ്മാർട്ട് വർക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിന് മുകളിൽ എത്താൻ പറ്റുള്ളൂ. സോ ഇന്ന് തന്നെ AE PWD എക്സാം നിങ്ങൾ സീരിയസ്ലി അപ്രോച്ച് ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങുക. നമ്മുടെ AE PWDക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ബാച്ച് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പില്ലർ ബാച്ച് എന്ന് പറഞ്ഞിട്ട്. സോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഫോം ഫില്ല് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.